ബോംബ് പൊട്ടിത്തെറിച്ച് മരണപ്പെടുക. ഇതിലെന്താണ് ഇത്ര അത്ഭുതം? ബോംബ് എന്ന് പറയുന്നത് പൊട്ടാനുള്ളതാണ്, പൊട്ടിത്തെറിക്കാനുള്ളതാണ്. ആ സമയത്ത് അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്വാഭാവികമായി മരണപ്പെടും. കേരളത്തിലുള്ള ആർക്കും തന്നെ ഇത് വലിയൊരു അത്ഭുതമായി തോന്നുകയില്ല. കാരണം ഈ അടുത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ന്യൂസുകളും ഇതൊക്കെ തന്നെയാണ്. ബോളാണെന്ന് കരുതി ഒരു കുട്ടിയെടുക്കുന്നത് ബോംബ്, തേങ്ങയാണെന്ന് കരുതി ഒരു മധ്യവയസ്കൻ പോയി അടുത്ത പറമ്പിൽ നിന്ന് എടുത്തു നോക്കുമ്പോൾ അതും ബോംബ്. ഇതാവുമ്പോൾ പൊട്ടും, ചിലപ്പോൾ മരിക്കും. അതിലെന്താണ് ഇത്ര അത്ഭുതം? അതെങ്ങാനും ഒരാൾക്ക് അത്ഭുതമായി തോന്നിയാലോ അവർ പ്രതികരിക്കും. പ്രതികരിച്ചാൽ പിന്നീടുണ്ടാവുന്ന അവസ്ഥ, തൻ്റെ അയൽവാസി മരണപ്പെട്ടപ്പോൾ അതിനെതിരെ പ്രതികരിച്ച ഒരു പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ പെൺകുട്ടി പറയുന്നത് നമുക്ക് തന്നെ ഒന്ന് നോക്കാം. പ്പെടാതെ ജീവിക്കുക, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അതിന് വേണ്ടിയിട്ട് എൻ്റെ വീട്ടുകാരെ പോയിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പറഞ്ഞത് ഞാനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ മേൽ തീർക്കുക, എൻ്റെ ഫാമിലിനെ ഉപദ്രവിക്കാതിരിക്കുക പറഞ്ഞത്. ആൾക്കാർ പോയിട്ട് ഏത് പ്രവർത്തകരാണ് പോയത്? എന്നെ പോയിട്ടുണ്ട്, അവർ പോയിട്ടുണ്ടായിരുന്നു. അവരുടെ CPM പ്രവർത്തകരാണോ പോയത്? മെമ്പറൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പോയിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞത് നിങ്ങളുടെ CPM തകർക്കാനോ അല്ലെങ്കിൽ ഇന്ന രാഷ്ട്രീയ പാർട്ടി എന്നൊന്നും ഞാൻ പറഞ്ഞിട്ട്. ഞാൻ എന്നാ പറഞ്ഞത്, ഞങ്ങൾ സാധാരണ ജനങ്ങളാണ്, ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം തരണം, ഞങ്ങളുടെ മക്കൾക്ക് കളിക്കണം, ഞങ്ങളുടെ പുല്ലരിഞ്ഞിട്ടും പശുവിന് പുല്ലരിഞ്ഞിട്ടും ഒക്കെ ജീവിക്കുന്നവരാണ്. അപ്പോൾ ഞങ്ങൾക്ക്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എവിടെയും പോകുന്നു, പുല്ലരിയാൻ പോകുന്നു, അവിടെ ഇവർ അശ്രദ്ധമായി വെച്ചിട്ടുള്ള ബോംബ്, അത് പൊട്ടിയിട്ട് ആൾക്കാർ മരിക്കുക, കുഞ്ഞുമക്കൾ കളിക്കുന്നു, കുഞ്ഞുമക്കളോട് കളിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? ഈ പെൺകുട്ടി ഒരു പാർട്ടിയെയോ പ്രസ്ഥാനത്തെയോ പരാമർശിച്ചിട്ടില്ല. കാരണം അങ്ങനെ എങ്ങാനും ചെയ്താൽ അതിന് വലിയൊരു വില നൽകേണ്ടി വരും എന്ന് ഈ പെൺകുട്ടിക്ക് അറിയാം. പക്ഷെ എന്നിട്ട് പോലും മനുഷ്യനായി ജീവിക്കുവാനുള്ള കൊതി കൊണ്ട് അറിയാതെ ഒന്ന് പ്രതികരിച്ചു പോയി. അവിടെ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് ഈ പെൺകുട്ടി പറയുകയുണ്ടായി. ഈ പെൺകുട്ടി പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ഇവർക്കെതിരെ കംപ്ലൈൻറ്റ് ചെയ്യുകയോ പരാതി ചെയ്യുകയോ ചെയ്തിട്ട് ഈ പെൺകുട്ടി പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിക്കുകയാണ് അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംഘടനയോ മറ്റോ ആരായാലും ചെയ്യേണ്ടത്. പക്ഷെ അതിന് പകരം വീട്ടിൽ പോവുക, ഭീഷണിപ്പെടുത്തുക, ഇങ്ങനെ പോയാൽ തീർച്ചയാണ് 40-30 വർഷം ഒരുമിച്ച് ഭരിച്ച ഒരു സംസ്ഥാനത്ത് ഇവർക്കുണ്ടായ അതേ അവസ്ഥ എല്ലാ സംസ്ഥാനത്തും വരും. എല്ലാ സംസ്ഥാനത്തും എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അവർ ഭരിക്കുന്നത് ഒരേ സംസ്ഥാനമായതുകൊണ്ട് ആ സംസ്ഥാനത്ത് വന്നേക്കാം അവരുടെ നിലപാടുകളിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ. 30 വർഷം ഭരിച്ച സംസ്ഥാനത്ത് പിന്നീട് അവരുടെ കൊടി പിടിക്കണമെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷൻ തേടേണ്ട ഗതികേട് വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഭരിക്കുന്ന സർക്കാർ ഗുണ്ടാരാജ് കളിക്കുകയാണെന്നും പറഞ്ഞ് കംപ്ലൈൻറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇവർ തന്നെ ഇങ്ങനെ ഭരിച്ച് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. നിങ്ങൾ മനുഷ്യനാവണം എന്ന് പഠിപ്പിക്കുന്നതിന് പകരം മനുഷ്യനായി പ്രവർത്തിച്ച് കാണിക്കൂ. ഒരുപാട് നല്ല പ്രവർത്തകരുള്ള, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത വലിയൊരു പാർട്ടി, പക്ഷേ അത് ഗുണ്ടായിസത്തിലൂടെ ഇപ്പോൾ പോകുന്നത് കാണുമ്പോൾ വളരെയധികം വിഷമവും തോന്നാറുണ്ട്. നിങ്ങൾ ചുറ്റുമുള്ളവരും മനുഷ്യനാണ് എന്ന പരിഗണനയെങ്കിലും നൽകി ഈ പെൺകുട്ടിയുടെ തലയിലേക്ക് കയറാതെ ഇവരെയെങ്കിലും ഒന്ന് വെറുതെ വിട്ട് ഇനിയെങ്കിലും ഇതുപോലുള്ള മനുഷ്യനെ കൊല്ലുന്ന പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രമിച്ചില്ല എങ്കിൽ നിങ്ങളായിരിക്കും ഏറ്റവും വലിയ വില ഇതിനൊക്കെ വേണ്ടി നൽകേണ്ടി വരിക. അതിനിടയ്ക്കും ഭയപ്പെട്ട് നിൽക്കുന്ന ആ പെൺകുട്ടി നാട്ടിൽ ഒറ്റപ്പെടുത്തൽ തുടങ്ങി എന്ന് ആ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട്. പക്ഷെ എന്നിട്ട് പോലും ഒരു പാർട്ടിയുടെ പേര് വ്യക്തമായ പെൺകുട്ടി പറയാതിരിക്കുമ്പോൾ ആരാണ് എന്ന് ചോദിച്ച് ആ പെൺകുട്ടിയുടെ കൊണ്ട് ആ പാർട്ടിയുടെ പേര് പറയിപ്പിക്കാൻ കാണിക്കുന്ന ഈ മാധ്യമ പ്രവർത്തകയുടെ ആത്മാർത്ഥതയും നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത്. കാരണം അവർക്കും ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ഈ പെൺകൊച്ചിയെ അവരെന്തെങ്കിലും ചെയ്താൽ അതിനെ ന്യൂസാക്കി എനിക്കും റേറ്റിംഗ് കൂട്ടാലോ എന്ന്.